രാജാക്കാട് ഗ്രാമപഞ്ചായത്തിനോട് സർക്കാരിന് അവഗണനയെന്ന ആക്ഷേപം. പഞ്ചായത്തിൽ സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നീ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. കൃഷിഭവനിൽ കൃഷി ഓഫീസറുമില്ല. മുല്ലക്കാനത്ത് പ്രവർത്തിക്കുന്ന CHCയിൽ കിടത്തി ചികിത്സയില്ലെന്നും പരാതിയുണ്ട്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം മാറിയിട്ട് 1 മാസം കഴിഞ്ഞിട്ടും പുതിയ സെക്രട്ടറി ചാർജ് എടുത്തിട്ടില്ല. കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയിട്ട് 1 വർഷത്തോളമായിട്ടും പുതിയ ഓഫീസറെ നിയമിച്ചിട്ടില്ല. പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർസിയറും സ്ഥലം മാറിപ്പോയിട്ട് 1 മാസത്തോളമായി. സേനാപതി AEയും ഉടുമ്പൻചോലയിലെ ഓവർസിയറുമാണ് പകരം ചാർജ് വഹിക്കുന്നത്. സേനാപതി കൃഷിഭവനിലെ ഉദ്യോഗസ്ഥനാണ് രാജാക്കാട് കൃഷിഭവന്റെയും ചുമതല. ഓഫീസുകളിൽ ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ നാട്ടുകാരുടെ ആവശ്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ല. രാജാക്കാട് പഞ്ചായത്തിൽ സർക്കാർ അനുവദിച്ചു എന്ന് പറയുന്ന പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ പണി ഇതുവരെയും തീർക്കുവാനോ ഉദ്ഘാടനം ചെയ്യുവാനോ ഈ സർക്കാരിനോ ഈ പഞ്ചായത്തിനോ കഴിഞ്ഞിട്ടില്ല. അതും വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാജാക്കാട് പഞ്ചായത്തിൽ സർക്കാർ ഫയർ സ്റ്റേഷൻ അനുവദിച്ചു എന്ന് പറഞ്ഞതല്ലാതെ അതിൻ്റെ പ്രവർത്തനങ്ങളും പണികളുമെല്ലാം വളരെ മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജാക്കാട് പഞ്ചായത്തിൽ കനകക്കുന്നിൽ ടൂറിസം കൊണ്ടുവരുന്ന ഒരു പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുകയോ ചെയ്തു. പക്ഷേ ഇതുവരെയും അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളുമായി നാളുവഴി മുന്നോട്ട് പോകുവാൻ ഈ സർക്കാരിനോ രാജാക്കാട് പഞ്ചായത്തിനോ കഴിഞ്ഞിട്ടില്ല. രാജാക്കാട് പഞ്ചായത്തിലെ ഹോമിയോ കെട്ടിടം പണി നടക്കുന്നു, അതിൻ്റെ പണികളൊന്നും നടക്കുന്നില്ല. അതും വളരെ മന്ദഗതിയിൽ ഇഴഞ്ഞഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഹോമിയോ കെട്ടിടവും പഞ്ചായത്ത് കെട്ടിടവും ഹോമിയോയുടെ ആശുപത്രിയും പഞ്ചായത്തിൻ്റെ ഓഫീസുമെല്ലാം ഇപ്പോൾ വർഷങ്ങളായിട്ട് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാജാക്കാട് പഞ്ചായത്തിൽ ഒരു വികസനവും ഒരു പരിപാടിയും നടക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം ഉപരി ഇവിടെ പാവപ്പെട്ട ആളുകളുടെ ഒരു സഹായമായി മാറിയ മുല്ലക്കാനം ആശുപത്രി, മുല്ലക്കാനം CHCയിൽ കിടത്തിൽ ചികിത്സയില്ല. അതുപോലെ തന്നെ അവിടെ കേന്ദ്ര ഫണ്ട് ഡീൻ കുര്യാക്കോസ് അനുവദിച്ച 95.48 ലക്ഷം രൂപയുടെ പദ്ധതിയുമായി വനിതാ വാർഡ് നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇതൊന്നും നടത്തുന്നില്ല. അങ്ങനെ രാജാക്കാട് പഞ്ചായത്തിൽ പൊതുവെ LDF ഭരിക്കുന്ന രാജാക്കാട് പഞ്ചായത്തിനെ അവഗണനയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 5 കോടി രൂപ സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. 4 വർഷം കൊണ്ട് ഒരു നിലയുടെ പണി മാത്രമാണ് പൂർത്തിയാക്കാനായത്. ഹോമിയോ ഡിസ്പെൻസറിയുടെ നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുന്നു. അനുവദിക്കപ്പെട്ട ഫയർഫോഴ്സ് ഓഫീസ് പ്രവർത്തനവും ആരംഭിക്കാനായിട്ടില്ല. അധികൃതരുടെ നിരന്തരമായുള്ള അവഗണനയിൽ നിന്ന് എന്ന് മോചനം ലഭിക്കുമെന്ന് കാത്തിരിക്കുകയാണ് രാജാക്കാടുകാർ.